ബാഴ്സലോണ സെവിയ മത്സരത്തിൽ ബാസ ജയിച്ചു. അതെ, 2 പെനാൽറ്റി ഗോൾസ്. പെനാൽറ്റി ഇല്ലാതെ 3 അടിച്ചത്, അത് കണ്ടിട്ടുണ്ടാവില്ല. അതിന് പെനാൽറ്റി കൊണ്ട് മാത്രമല്ല ജയിച്ചത്, അത് മനസ്സിലാക്കണം. ഇത് ബാർസയാണ്, അത് ക്യാമ്പിനോ ആണ്. പിന്നെ ഇന്നലെ പറഞ്ഞാണ്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യൂസിൽ ഉറപ്പിച്ചിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലാസ്റ്റ് ടൈം വിലയായിട്ട് ജയിച്ചു 3-1. അതൊക്കെ നടക്കട്ടാ. ഇപ്പൊ 70 പോയിന്റ് ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ ലിവർപൂൾ വേഴ്സസ് ടോട്ടൻഹാം മത്സരത്തിൽ സമനിലയാണ് 1-1. അതൊക്കെ നടക്കണ്ടല്ലോ. ലിവർപൂൾ അടുത്ത വർഷം യൂസിൽ കളിക്കുമെന്ന് ഒരു പിടുത്തമില്ല. എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ. ലാലിഗയിലെ അവസ്ഥ എന്താണെന്നല്ലോ. ഇപ്പോഴും ലാലിഗ എന്നുള്ളൊരു ടോക്ക് ഉണ്ടോ? ഇപ്പൊ 70 പോയിന്റോടുകൂടി ബാഴ്സലോണ 1-ാം സ്ഥാനത്തും 66 പോയിന്റോടുകൂടി റയൽ മാഡ്രിഡ് 2-ാം സ്ഥാനത്തുമാണ്. ഞങ്ങളുടെ തേരോട്ടം തുടരുകയാണ്. ഇപ്പോഴും സാധ്യതകളുണ്ട്, കാരണം ഇനിയും മാച്ചസ് ഉണ്ട്, ലാലിഗ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ബാസയാണ്, അറിയാലോ. കണ്ടപ്പോ ഒരു കാര്യം മനസ്സിലായി. ബാസയുടെ ഒരു ബാസ എപ്പോഴും ഓർത്തനുണ്ട്. ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇവരുടെ കാര്യം പറയുമ്പോൾ ലെപ്പോട്ട പിന്നെയും പ്രസിഡന്റായി. പുള്ളി കിടന്ന് എമ്മാൽ എന്നൊക്കെ കാറി വിളിക്കുന്നുണ്ടായിരുന്നു. എന്താണോ എന്തോ, എമ്മാല് വോട്ട് കൊടുത്തോ എന്താണോ എന്തോ. ബാസയുടെ യുവാക്കള് പുള്ളിയുടെ കൂടെ തോന്നുന്നു. സ്ഥിതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യൂസിൽ സംശയമൊന്നുമില്ല. അറിയാലോ, ബാസയാണ്. മറ്റു ചിലർക്ക് സംശയമുണ്ട്. ആ സംശയം ഇന്നലത്തോടു കൂടി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞങ്ങള് ഇന്നലെ അടിക്കും ഈ വർഷം. പിന്നെ നോ ഡൗട്ട് യൂസിൽ അടിക്കും, ലാലിഗ അടിക്കും, ഒക്കെ ഞങ്ങൾക്കുള്ള ഈ സീസൺ. കോപ്പലൊന്നും പോയിട്ടുണ്ട്, പക്ഷെ അത് പോയിക്കാലും യൂസിലും ലാലിഗ ഇവട്ടെ ഞങ്ങൾക്കുള്ളതാണ്. പിന്നെ മറ്റു ചിലർക്ക് ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ട് ഇന്നലെ തീർത്തും കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വരണം എന്താ വെച്ച് എന്താ പറഞ്ഞത്, ഇന്നലെ ഞങ്ങൾ തോറ്റിട്ട് നിങ്ങൾ ജയിക്കും, ഞങ്ങൾ തോക്കൂല്ല, നിങ്ങൾ ജയിക്കൂല, നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾ ജയിച്ചു, അത് മറന്നുപോയി. നിങ്ങൾ എത്ര കളി തോറ്റിട്ടാണ് അക്കാഡമി പ്ലേയേഴ്സിനെ കൊണ്ട്. ഞങ്ങളുടെ ടീം മൊത്തം ഞങ്ങൾ ലാമാസി പിള്ളേരെ വെച്ചിട്ട് കളിക്കണേ. ഇന്നും ഇന്നലെ തുടങ്ങിയല്ല. നിങ്ങൾ ഇന്നലെ ഒരു അക്കാഡമി പ്ലേയേഴ്സിനെ ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയ. ഞങ്ങൾ ഇന്നലെ തുടങ്ങിയതല്ല, പണ്ട് തൊട്ടേ അക്കാഡമി പ്ലേയേഴ്സ് ഉണ്ട് നമുക്ക്. അതെ. ഈ നാച്ചോയും കർവാലൊക്കെ എവിടെ കളിച്ച് വളർന്നാ ഈ നോക്കിയിരിക്കുന്നത്. അല്ലേ പറഞ്ഞ ഞങ്ങൾ കളിപ്പിക്കണായിരിക്കും, ഞങ്ങൾ ഉണ്ടാക്കിയായിരിക്കും നിങ്ങൾ ഉണ്ടാക്കിയില്ല ഒരുത്തിന്. ഈ പറഞ്ഞ മെസ്സി വരെ ഞങ്ങൾ അക്കാദമി പ്ലെയർ അറിയെങ്കിൽ. പിന്നെ AC മിലാൻ തോറ്റിട്ടുണ്ട്. സിരിയുടെ പോയിന്റ് ടേബിൾ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. വേറെ ഇമ്പോർട്ടന്റ് മാച്ചസ് ഒന്നും ഇല്ല. ബാസ ജയിച്ചു, അതന്നെ മെയിൻ. പിന്നെ എനിക്ക് റയൽ ഫാൻസിനോട് പറയാനുള്ളത്, 4 എണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ 5 എണ്ണം കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ടീമാണ് ഞങ്ങൾ. അത് മറക്കണ്ട. That's it.